തന്നെയാണ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എന്റെ സൗമ്യക്ക് ഇത് പറ്റിയ അന്ന് മുതൽ ഞാൻ ഇതേ വാക്കുകളാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സൗമ്യക്ക് ഇത് സംഭവിച്ച സമയത്ത് എല്ലാവരും റെയിൽവേ കുറെ അതിന് കുറെ സുരക്ഷിതമാണ് പറഞ്ഞിട്ട് പോലീസുകാരെ അവര് ഇവരെല്ലാം ഇടയെല്ലാം നിർത്തി ക്യാമറ വെച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും ആ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഇത് വീണ്ടും ഇത് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഇവര് സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അതേ ഇതിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്കാക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു കാര്യമാണ്. സൗമ്യ അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോ എല്ലാവിടും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തരുടെ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണ് അത്. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പൊ ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റും. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇത് സംഭവിച്ചുകൊണ്ട് ഓരോന്ന് ഒന്നിക്കല്ലെങ്കിൽ ഒന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി വരരുത്. അതിന് റെയിൽവേ വേണ്ട നടപടികൾ എന്ത് വന്നാൽ എന്തെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ അതാ ഈ ഒരു കാര്യം നടന്നു, ഇനിയിപ്പോ എല്ലാവരും കൂടി റെയിൽവേ അങ്ങനെ ട്രെയിനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെക്കും ഇങ്ങനെ വെക്കുന്നു പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അത് ചെയ്ത് കാണിക്കണം റെയിൽവേ. വാക്കുകൊണ്ട് മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ ഇനി ഒരു റെയിൽവേ ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് സൗമ്യക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇപ്പൊ സൗമ്യ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അമ്മ ജനറൽ ആണെങ്കിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഈ കുട്ടികൾ ഇപ്പൊ അത് വിചാരിച്ചിട്ടല്ലേ ജനറൽ കയറിയത്. ഇല്ല എന്നുള്ള പിന്നെ ഈ ലേഡീസിന് സുരക്ഷിത ഇല്ല സത്യം പറഞ്ഞിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് എത്തുമ്പോൾ കുട്ടികൾ ഒറ്റയ്ക്കാവും, അല്ലെങ്കിൽ സ്ത്രീകൾ ഒറ്റയ്ക്കാവും. പ്രായമുള്ളവരായാലും കുട്ടികളായാലും അവരൊറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ സംഭവിക്കാൻ പോണത്? അവർക്കൊന്നും ഉറക്ക കരയാൻ പോലും പറ്റില്ല, രക്ഷപ്പെടുത്താനും ആളില്ല. ഇതിപ്പോ ഈ കുട്ടി ജനറൽ ഇരുന്നിട്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. ഇതിലെല്ലാം ഇവർ പറയാനുള്ളൊരു കാരണം എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനറൽ കയറിയ കാരണം കൊണ്ട് എന്തോ നല്ല കാലത്തിൽ മറ്റുള്ള ആൾക്കാർ പ്രതികരിച്ചു, അത് കാരണം കൊണ്ട് ഈ കുട്ടികൾക്ക് വേറെ ആപത്തുകൾ ഉണ്ടായില്ല. അല്ലായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ട്രെയിൻ ഇത്ര മെല്ലെ ഇതേപോലെ തന്നെയല്ലേ സമ്മതിക്കേണ്ടത്. ഈ ട്രെയിൻ മെല്ലെ വരും, മുള്ളൂർക്കരന്ന് ഷൊർണൂരേക്ക് വരുന്ന സമയം ട്രെയിൻ മെല്ലെയാണല്ലോ. ആ സമയത്താണ് സൗമ്യക്ക് ഇത് സംഭവിച്ചത്. അപ്പൊ അതേപോലെ ഇപ്പൊ ഈ ട്രെയിനും മെല്ലെയാണെന്നാണ് പറയണത് കേൾക്കുന്നത്. അപ്പൊ ഈ ട്രെയിനിന് മെല്ലെ ഈ കുട്ടീനെ എടുത്ത് ചവിട്ടി ഇയാൾ പുറത്തേക്ക് ഇട്ടു. ഈ കൂടെയുള്ള കുട്ടീനെ എന്തെങ്കിലും ആക്രമിച്ചു പുറത്തേക്ക് ചാടി എന്തെങ്കിലും ചെയ്തു പോയി പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ വായുകൊണ്ട് പറയണതല്ല, പ്രവൃത്തിയിൽ ഇത് റെയിൽവേ കാണിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഇതുപോലെ വല്ല എന്തെങ്കിലും കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ചിലപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത് വരും. അത് വലിയൊരു ഇതായിരിക്കും. കാരണം അന്ന് അത്രയും ആൾക്കാർ ട്രെയിനിലുണ്ടായിട്ടും എൻ്റെ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇതുണ്ടായിരുന്നു. ഇതേപോലെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വന്നിരുന്നെങ്കിൽ അത്